ഹലോ. ഇപ്പോൾ റീലിലൊക്കെ സുലഭമായിട്ട് കാണുന്ന എങ്ങോട്ട് തിരിഞ്ഞാലും റീലിൽ ഇപ്പോൾ അതേ ഉള്ളൂ. ഏതാണ്? ചോക്കോ ഫോൺറ്റ്യൂ. അത് കഴിക്കാൻ ഞങ്ങളും പോവാം കേട്ടോ. ചോക്കോ ലിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ്, എല്ലായിടത്തും കിട്ടുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അവിടെയാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എല്ലാവരും പറയുന്നത്. അപ്പോൾ പിന്നെ അന്ന് അവിടെ പോയേക്കാന്ന് വിചാരിച്ച്. ഓക്കെ, ഇന്ന് സൺഡേ അല്ലേ, അപ്പം ഇന്ന് ഫ്രീ ആണ്. അപ്പം നമ്മൾ 3 പേരും കൂടി, ഞാൻ ഫ്രണ്ട്സൊന്നും അല്ല കേട്ടോ, ഞാൻ ആദ്യമ ദേ അവൻ ഓടി, അമ്പാടി ഓടി, ഞങ്ങൾ 3 പേരും കൂടി കേട്ടോ പോണേ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോയും കൂടി എടുക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ചോക്കോ ലിക്കിൻ്റെ കാക്കനാടുള്ള ഔട്ട്ലെറ്റിലാട്ടോ വന്നിരിക്കുന്നത്. ഇത് ഇൻഫോ പാർക്കിൻ്റെ അടുത്താണ്, ഹൈവേ തന്നെയാണ്. ഒരുപാട് വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഭയങ്കര ഒരു കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ നമുക്ക് ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഒരുപാട് പേരും ബഹളവും അങ്ങനെയൊന്നുമില്ല. കപ്പിൾസിനാണേലും ഫാമിലിക്കാണെങ്കിലും ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. കണ്ടോ എന്ത് നല്ല ആംബിയൻസ് ആണെന്നറിയോ, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ചോക്കോ ലിക്ക് എന്നാണേ. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. അതാ അമ്പാടിയുണ്ട്, അതുകൊണ്ട് അവർക്കും പുതിയൊരു അനുഭവമായിരുന്നു. ഞാൻ അങ്ങ് നമ്മൾ പുറത്ത് പോകൽ വളരെ കുറവാണ്. ഞങ്ങൾ കൂടുതലും ഓർഡർ ചെയ്യലാണ്. സ്വിഗ്ഗി സൊമാറ്റോ ഉള്ളതുകൊണ്ട് കൂടുതലും ഓർഡർ ചെയ്ത് കൊടുക്കലാണ്. ഇതിലും അമ്പാടി വരാനായിട്ട് അമ്പാടിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചോക്കോ ഫോൺറ്റ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാട്ടോ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ്. കാരണം ഇതിനകത്ത് കണ്ടോ, ആ റൗണ്ടിലിരിക്കുന്നത് ചോക്ലേറ്റ് ആണ്. ഭയങ്കര ടേസ്റ്റാണ്. അതായത് കട്ട മധുരം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു മധുരമുള്ളൂ കേട്ടോ. നല്ല രസമായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം, അമ്പാടിക്കും ആദ്യം ഭയങ്കര ഇഷ്ടം. അവരതാണ് പറയുന്നത്, അമ്മ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത്. ഭയങ്കര തിക്കായിട്ടാണ്. ഇതിൻ്റെ ചുറ്റിലുള്ള ഇതെല്ലാം നമ്മളിതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ വീണ്ടും വായിക്കടെ വെള്ളം വരുന്നു, അത്ര നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് കഴിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാണിക്കുന്ന ആ 2 ടൈപ്പ് മാത്രമേ കഴിച്ചുള്ളൂ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ചെറിയ ഷുഗർ കട്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് വേണ്ട. ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവർക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് അന്നോട്ട് വിചാരിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച കേട്ടോ, 2 ദിവസം കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാൻ കഴിച്ചിട്ട്. പക്ഷെ അന്നോട്ട് വിചാരിക്കുന്നതാണ് ഇവരെയും കൊണ്ടൊന്ന് വരണമെന്ന് വിചാരിക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും വരണമെങ്കിൽ നിങ്ങളൊന്ന് വന്ന്, കപ്പിൾസിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും വരാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ റേറ്റ് 550 അത്രയെങ്ങാണ്ടാണ് വരുന്നത്. 500 അല്ല, 550 അത്രയാണ് വരുന്നത്, GST അടക്കം. പക്ഷെ അതിനുള്ളതുണ്ട് കേട്ടോ. ഇത് ഒറ്റയ്ക്കൊന്നും കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഉണ്ട്, ഒറ്റയ്ക്കൊന്നും വന്നാൽ പെട്ടുപോകും, കുറേ വേസ്റ്റായി പോകും. പിന്നെ കണ്ട് ഭയങ്കര തിക്കായിട്ട് ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അടിപൊളിയാണ്. പിന്നെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും നല്ലതായിരുന്നു കേട്ടോ. ഒരു നല്ല സർവീസായിരുന്നു, അതും കുഴപ്പമുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞങ്ങളിത് ഫിനിഷ് ചെയ്തു കേട്ടോ. ഞാൻ 2 കഴിച്ചു. ബാക്കി കുട്ടികൾ ചോക്ലേറ്റൊക്കെ ആകുമ്പോഴത്തേനും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. എന്നെ 2 പേർക്കും നല്ല ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ കൂടെ പറയാതിരിക്കാൻ പറ്റില്ല, ഒരു ഗ്രീൻ ടീ പോലെ ഒരു ചെറിയൊരു ടീ വരെ തരുന്നുണ്ട്. ഷുഗറൊന്നുമില്ല. നമ്മൾ ഇത്രയും ഷുഗർ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോഴത്തേക്കും സത്യമായിട്ടും അതിനൊന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ് അമ്പാടിയോട് ചോദിച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേ. കാരണം അവൻ വരുന്നില്ലെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു അമ്മ താങ്ക് യു, അമ്മ താങ്ക് യു എന്ന്. അങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നാൽ ഇനി നമുക്ക് എല്ലാ സൺഡേ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയേക്കാന്നൊക്കെ പറഞ്ഞു. ആളപ്പോൾ ഒന്ന് തലയാട്ടിയെങ്കിലും ഉറപ്പിക്കുകയൊന്നും വേണ്ട. കാരണം അവന് പുറത്തങ്ങനെ പോയി ഫുഡ് കഴിക്കാനും താല്പര്യമില്ല. ഒക്കെ ഓർഡർ ചെയ്ത് അവന് വീട്ടിൽ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇളയാളങ്ങനെയല്ല കേട്ടോ. അവന് പുറത്ത് പോയി കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് വലിച്ചുകൊണ്ടാണ് ഞാൻ മൂത്ത കുട്ടീനെ കൊണ്ടുപോയത്. അമ്പാടിക്ക് തീരെ താല്പര്യമില്ല. നമുക്ക് ഓർഡർ ചെയ്യാമ്മ എന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ഇത് ഓർഡർ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. നമ്മൾ അവിടെ പോയി കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.